ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. അപ്പൊ ഞാനുള്ളത് വീടിന്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ. നമ്മുടെ തോട്ടമല്ല കേട്ടോ, വീടിന്റെ ബാക്ക് വശത്തുള്ള തോട്ടത്തില് കുറച്ച് മരങ്ങളൊക്കെ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ പെയ്തപ്പോൾ വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങേ അറ്റം വരെ തോട്ടമുണ്ട് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് താഴെ തലക്കുന്ന ഞാനിങ്ങോട്ട് കൊണ്ടുവന്നിട്ടതാണ് ഇന്നും ഇന്നലെ ആയിട്ട്. ഈ ഒരു വശം ക്ലീൻ ആക്കിയിട്ട് വേണം ആ വിറകെല്ലാം ഇവിടെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആകെ മൊത്തം ചെതലും വിറക് തട്ടിയൊക്കെ ആകെ മോശമായിട്ട് കിടക്കുകയാണ്. അകത്ത് ഒരു നല്ല കളിയിലാണ് കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും ചാടുന്നതും പിടിക്കുന്നതും ടോയ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഞാൻ അകത്തൊന്ന് പോയി നോക്കട്ടെ. മാംഗോയും അതുപോലെ തന്നെ ബനാന കാഷ്യൂം കൂടെ ചേർത്തിട്ടുള്ളതും ജ്യൂസാണ് ഇന്നത്തേത്. അനിയത്തി വന്നപ്പോ അവളുടെ മക്കളും കൂടെ ഉണ്ട് കേട്ടോ, എന്റെ കുട്ടികളുടെ കൂടെ. ശുഷിനും മുന്നുവിന്റെ കൂടെ നിച്ചു ദിവസം കൂടെ ഉണ്ട്. അവര് 5 പേരാണ് കളിക്കുന്നത്. എന്തായാലും അകത്തൊന്ന് പോയി നോക്കാം, എന്തൊക്കെ ആക്കിയിട്ടുണ്ട് ഉള്ളതൊന്നും അറിയില്ല, എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഉള്ള തലയണയും ബ്ലാങ്കറ്റും എല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ മാംഗോയും ബനാനയും ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്താ അപ്പൊ ഇനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വീടിന്റെ അവസ്ഥ. അയ്യോ, അവര് ബ്ലാങ്കറ്റ് ഒക്കെ എടുത്തിട്ട് ടെന്റൊക്കെ കെട്ടി കിടക്കും, കളിച്ചോണ്ടിരിക്കാണ് കേട്ടാ. നല്ല തലയണ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബേബി കണ്ടോ, എന്താണ് അപ്പുസേ പണി? ഹായ് അലൻ. സ്ട്രേഞ്ചേഴ്സ്. അപ്പൊ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള മാമ്പഴം. ഇത് 2 മൂവാണ്ടൻ മാങ്ങയാണ്. ഇത് വീട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തുവിട്ടതാണ്. പിന്നെ ഇത് അനിയത്തി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പൂസ് ഒന്നിച്ചിരുന്നപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. കിളിച്ചുണ്ടൻ മാമ്പഴം. അത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. കാണാൻ ചെറിയ മാങ്ങയാണെങ്കിലും നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. എന്റെ പഴുത്ത നേന്ത്രപ്പഴം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതൊന്ന് ക്ലീൻ ആക്കി വെക്കാം, എന്നിട്ട് ബാക്കി പറയാം കേട്ടോ. അപ്പൊ ഞാനും ബേബിയും കൂടെ മാങ്ങയ്ക്കൊന്ന് പീൽ ചെയ്തെടുക്കട്ടെ കേട്ടോ. തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ വീട് എങ്ങനെയാ, വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കാറുണ്ടോ, അതോ മക്കളാകെ അലമ്പാക്കിയിടുന്ന കൂട്ടത്തിലാണോ? ഒന്ന് കമന്റ് ചെയ്യുള്ളൂ കേട്ടോ. ഇവര് ഹാളും സോഫയിട്ട് എന്താണ് സിറ്റൗട്ടിൽ നിന്ന് വന്ന് കയറുന്ന ആ ഏരിയ ആണ് ഇങ്ങനെ ടോയ്സ് കൊണ്ട് നിറച്ചിട്ടുള്ളത്. പിന്നെ പുറത്തേക്ക് മുറ്റത്തേക്ക് ഒരു ടോയ്സും കൊണ്ടുപോകില്ല കേട്ടോ. ബൈസിക്കിളൊക്കെ അകത്ത് തന്നെയാണ്. കാരണം മുറ്റത്ത് ചിപ്സ് ഇട്ടത് കാരണം പുറത്ത് ചവിട്ടാൻ സ്ഥലമല്ല. പിന്നെ റോട്ടിലേക്ക് പോകാൻ പറ്റില്ല, എപ്പോഴും വണ്ടികൾ വരുന്ന ഏരിയ. ബൈക്കോ കൈ തട്ടിപ്പോവും. ബൈക്കോ ഓട്ടോറിക്ഷ ഒക്കെ എപ്പോഴും വരുന്നതായതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറക്കാൻ സമ്മതിക്കാറില്ല. ബോളും അല്ലെങ്കിൽ ഷട്ടിലൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്യണേ, ഫീൽ ചെയ്തിട്ട് തരാം കേട്ടോ. ബോളും ഷട്ടിലൊക്കെ എടുത്തിട്ട് ഞാനും കാക്കോ ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അവരെ ടോയ്സ് കൊണ്ട് പുറത്തേക്ക് കളിക്കാൻ ഇറങ്ങാറുള്ളത്. ഓപ്പൺ ചെയ്ത് തരാം കേട്ടാ. ഓപ്പൺ ചെയ്ത് തരല്ല, പീൽ ചെയ്ത് തരാം കേട്ടോ. ടേസ്റ്റ് ഉണ്ടോടി? യമ്മി ആണോ? ടേസ്റ്റ് ഇല്ലേ? നമ്മുടെ മാംഗോയും ബനാനയും ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ ജ്യൂസിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പൊ നമ്മുടെ മാംഗോ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ.
പാനിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പാൻ ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുക്കാണ്. നമ്മളടുത്ത പഞ്ചസാരയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മാങ്ങ കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ പഞ്ചസാര നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. സൈഡിൽ നിന്ന് ചെറുതായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങയും പഴവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട്. അപ്പൊ നല്ലതുപോലെ പഞ്ചസാര പാനിയൊക്കെ നമ്മുടെ മാങ്ങയിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ കുക്ക് ചെയ്തതിന്റെ ആ മധുരത്തിന്റെ മാങ്ങയുടെ സ്മെല്ലാണ് കേട്ടോ പുറത്തേക്ക് വരുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാണ്. ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലൊന്നിട്ട് അരച്ചെടുക്കാം. നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള ഫാനിന്റെ താഴെയാണ് ഞാൻ ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ബേബി നമ്മുടെ മാങ്ങ ഇപ്പോ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാങ്ങയും പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് കാഷ്യൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ഇതിലേക്ക് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നടിച്ചെടുത്തതിന് ശേഷം വേണം ബാക്കി ചേർത്ത് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിലേക്ക് ഐസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാംഗോ ജ്യൂസ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടോ. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പൊ ഇതിവിടെ ആളൊക്കെ വെയിറ്റ് ചെയ്യും. മാംഗോ ജ്യൂസിനുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവന്മാർക്ക് അത്ര ഇഷ്ടമാണ് ജ്യൂസ്. എങ്ങനെയുണ്ട് നോക്കാം കൂട്ടാ. അടിപൊളിയാടാ പൂസേ. ബേബി യമ്മി. ഓ എന്താണ് കുട്ടനെ? സ്ട്രോ ആണോ? മാംഗോ ആണ്. നെക്സ്റ്റ് ടൈം ഗ്രേപ്സ് ഉണ്ടാക്കി തരാം കേട്ടോ. ఎలా അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ മാംഗോ ജ്യൂസിന്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ്. ലൈഫ്